ഹായ്, വെൽക്കം ബാക്ക്. DSPയുടെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡയറക്റ്റ് ഫോം 1 റിയലൈസേഷൻ്റെ ഒരു പ്രോബ്ലം കണ്ടിരുന്നു. സോ ഈ ലെക്ചറിൽ നമ്മൾ മറ്റൊരു പ്രോബ്ലമാണ് കാണാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഒബ്റ്റെയിൻ ദ ഡയറക്റ്റ് ഫോം 1 റിയലൈസേഷൻ ഫോർ ദ സിസ്റ്റം ഡിസ്ക്രൈബ് ബൈ ദ ഡിഫറൻസ് ഇക്വേഷൻ. നമുക്കിങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് ഫോം 1 റിയലൈസേഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനകത്തുള്ള ഇൻപുട്ട് സെക്ഷനുകളെല്ലാം എടുത്തിട്ട് W ഓഫ് n ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം, അല്ലേ? സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഇൻപുട്ട് എന്തൊക്കെയാണ്? എക്സ് ഓഫ് n എന്ന് പറയുന്നത് ഇൻപുട്ട് സെക്ഷനാണ്. അതുപോലെ എക്സ് ഓഫ് n-1 എന്ന് പറയുന്നതും ഇൻപുട്ടാണ്. ഇത് രണ്ടും വൈയുടെ ടേമിലായതുകൊണ്ട് ഔട്ട്പുട്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു സെക്ഷനെ വി ആർ ഇക്വേറ്റിംഗ് ടു W ഓഫ് n. സോ സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യുന്നു? എക്സ് ഓഫ് n പ്ലസ് 0.4 എക്സ് ഓഫ് n-1നെ നമ്മൾ W ഓഫ് n ആയിട്ട് എഴുതുന്നു. എന്നിട്ട് നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? ഇത്രയും ടേം അതേപോലെ തന്നെ വരും, പ്ലസ് ഇതിന് പകരം W ഓഫ് n എന്ന് നമ്മളവിടെ കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിയലൈസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസിയാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ W ഓഫ് n എന്ന് പറയുന്നത് റിയലൈസ് ചെയ്യണം. സോ ഇവിടെ ഇൻപുട്ട് എക്സ് ഓഫ് n എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. സോ ജസ്റ്റ് ഡയറക്റ്റ് എഴുതുകയാണ്. ഇവിടെ ഒറ്റ എക്സ് ഓഫ് n എന്ന് പറഞ്ഞ ടേം മാത്രമേ വരുന്നുള്ളൂ. ഇനി ഇവിടെ നമുക്ക് എക്സ് ഓഫ് n-1 എന്ന് പറയുന്ന ഒരു ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഒരു ഷിഫ്റ്റർ z⁻⁻1 എടുക്കുന്നു, ഇവിടുന്ന് ഒരു ഔട്ട് എടുക്കുന്നു, എന്നിട്ട് രണ്ടും കൂടെ ഒരു ആഡറിനകത്ത് കൊടുക്കുക. ഇവിടെ രണ്ടും കൂടെ ആഡ് ചെയ്യാണ്. ആൻഡ് നമുക്കിവിടെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താണ്? 0.4 ആണ്. സോ 0.4 ഇവിടെ കൊടുക്കുക. ആൻഡ് ഇതിൻ്റെ ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? W ഓഫ് n കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ള ഈ സെക്ഷൻസ് ചെയ്യാം. സോ ഈ ബാക്കിയുള്ള ഈ സെക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഒരു ആഡർ കൊടുക്കുന്നു, അതിൽ നിന്ന് ഔട്ട് എടുത്തിട്ട് y ഓഫ് n കിട്ടുന്നു. ഈ y ഓഫ് n ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഷിഫ്റ്റ് ചെയ്യേണ്ടത്, അല്ലേ? സോ ആദ്യം ഇവിടെ y ഓഫ് n-1 ഉണ്ട്. സോ നമ്മൾ ആദ്യം ഒരു ഷിഫ്റ്റർ കൊടുക്കുന്നു. ഇവിടെ n-2 ഉണ്ട്. അഗെയിൻ വി ആർ ഗിവിങ് അനദർ ഷിഫ്റ്റ്. സോ z⁻⁻1 z⁻⁻1. ഇനി എന്ത് ചെയ്യുന്നു? ഈ ഒരു സെക്ഷൻ നമുക്ക് ചെയ്യണമെങ്കിൽ y ഓഫ് n-1 എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണ്? ഇവിടെ y ഓഫ് n-1 ആണ് കിട്ടുന്നത്, അല്ലേ? ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട് എടുക്കാം. സോ ഔട്ട് എടുക്കുന്നു, ഒരു ആഡറിൽ കൊടുക്കുന്നു, മുകളിലേക്ക് കൊടുക്കുന്നു. ആൻഡ് 0.5 എന്ന് പറയുന്നതാണ് നമ്മളുടെ കോഎഫിഷ്യൻ്റ്. അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് y ഓഫ് n-2 നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ നിന്നാണ് y ഓഫ് n-2 കിട്ടുക. സോ അതെടുക്കുന്നു, കോഎഫിഷ്യൻസ് -0.25 ആണ്, അതും കൊടുക്കുന്നു, ആഡ് ചെയ്യുന്നു. സോ ജസ്റ്റ് ആഡ് ചെയ്തു, എല്ലാം കൂടെ ഔട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിയലൈസേഷനായി. സോ ഇത്രയും സാധനം എന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ W ഓഫ് n എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഇത്രയും സാധനമാണ് എന്ത്? നമ്മുടെ y ഓഫ് n എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ഫോം 1 റിയലൈസ് ചെയ്യുന്നത്. സോ ഇതുപോലെ നമ്മൾ W ഓഫ് n-ൻ്റെ ടേം ഇൻപുട്ട്സ് ആയിട്ട് വെച്ചതിന് ശേഷം ആദ്യം അത് റിയലൈസ് ചെയ്യുക. അതിനുശേഷം അതിന്ന് ഔട്ട് എടുത്തിട്ട് ബാക്കിയുള്ള ഔട്ട്പുട്ട് y ഓഫ് n റിയലൈസ് ചെയ്യുക. സോ ഇങ്ങനെയാണ് ഡയറക്റ്റ് ഫോം 1 റിയലൈസേഷൻ ഓഫ് IIR ഫിൽട്ടർ ചെയ്യുന്നത്. സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.